ഇന്ന് നമ്മുടെ സുന്ദരിയായ നാടൻ ഡബിൾ പെറ്റോണിയെ കുറിച്ചിട്ടാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഇത് ഞാൻ ഒരുപാട് മോഹിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. മോഹ വില തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ 1-2 പ്രാവശ്യം വാങ്ങിച്ചത് എനിക്കത് സക്സസ് ആയില്ല. അത് വേര് പിടിച്ച് തന്നെയാണ് വാങ്ങിച്ചേക്കണത്. പക്ഷെ അത് എൻ്റെ കയ്യിൽ നിന്ന് ഒരാഴ്ചയാകുമ്പോഴേക്കും അത് ചീഞ്ഞു പോവുക ചെയ്തത്. അതായത് നമ്മൾ വല്ലാണ്ട് കെയർ ചെയ്ത കാരണം ആണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു 3-ാമത്തെ പ്രാവശ്യമാണ് ഞാൻ വാങ്ങിച്ചത്. അത് പിടിച്ചത് കേട്ടോ. എൻ്റെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിത് എപ്പോഴും ഇങ്ങനെ കമ്പ് വെച്ച് പിടിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നും അത് പോകാൻ സാധ്യതയുണ്ട്. നമ്മളെപ്പോഴും ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ 1-2 ഇങ്ങനത്തെ കമ്പ് വെച്ച് പിടിപ്പിക്കാൻ നോക്കണം. എന്നാലേ നമ്മുടെ കയ്യിൽ നിന്ന് ഈ നാടൻ ഡബിൾ പെറ്റോണിയ നമ്മുടെ കയ്യിൽ നിന്ന് പോവാതിരിക്കുള്ളൂ. അപ്പം ഇങ്ങനെ കിട്ടുന്ന ഈ തണ്ട്, ഇതുപോലത്തെ തണ്ട് വെച്ചിട്ടാണ് നമ്മൾ പ്രൊപ്പഗേഷൻ ചെയ്യണത്. ഒരുപാട് തൈകളാക്കി നമുക്ക് ഹാങ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇത് നടേണ്ടത് മണലാണ് ഏറ്റവും നല്ലത്. ഇതിൽ വേറെ വളങ്ങളൊന്നും ചേർക്കണ്ട, കാരണം അത് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മണലാകുമ്പോൾ വേഗം വേരിന് വേരോട്ടുണ്ടായി നല്ലോണം പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വെറുതെ മണലിൽ ഇങ്ങനെ കുത്തി വെക്കുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലാണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തണലത്ത് വെക്കുക, ഇങ്ങനെ ഷെയ്ഡുള്ള ഭാഗങ്ങളിൽ വെച്ച് പിടിച്ചതിന് ശേഷം നമുക്ക് മാറ്റി വേറെ പോട്ടിലേക്ക് വെക്കുമ്പോൾ നമുക്ക് വളമൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ ഇതൊരാഴ്ച കഴിഞ്ഞിട്ടുള്ള ഞാൻ 2 തണ്ട് വെച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ വെച്ച തണ്ട് ചിലപ്പോൾ 5 വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2 കിട്ടുള്ളൂ. എല്ലാ തണ്ടും നമുക്ക് കിട്ടും എന്ന് നമ്മൾ വാശി പിടിക്കരുത് കേട്ടോ. അതുകൊണ്ട് നമ്മളോട് നല്ലോണം കെയർ ചെയ്തിട്ടാണ് നമ്മുടെ നാടൻ ഡബിൾ പെറ്റോണിയ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ 2-3 വർഷമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. കാരണം ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുന്ന കാരണം. ഇതിന് പിന്നെ അധികം വളമൊന്നും വേണ്ട. പിന്നെ നമുക്ക് ഡബിൾ പെറ്റോണിയ ഇഷ്ടം പോലെ ഹൈബ്രിഡ് കിട്ടും. പക്ഷെ അത് വാങ്ങിച്ച ഒരാഴ്ചയാകുമ്പോഴേക്കും അത് ചീഞ്ഞു പോവും. എന്നാൽ ഇത് അങ്ങനെ വലിയ അസുഖമൊന്നും ഇല്ലാണ്ട് നശിക്കാണ്ട് തന്നെ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഫ്ലവർ കാണാൻ അതീവ ഭംഗിയാണ്. ഈ കളർ തന്നെ ഈ നാടൻ ഡബിൾ പെറ്റോണിയയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഷെയ്ഡിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇതിന്ന് തൈകളൊക്കെ കണ്ട ഇതുപോലത്തെ കമ്പാണ് നമുക്കത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ഇത് വാങ്ങിച്ചൊക്കെ ഇപ്പോൾ ഒത്തിരി അധികം വില എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒക്കെ 100 രൂപ 150 രൂപയ്ക്കൊക്കെ ഒരു തൈ കിട്ടാനുണ്ട്. ഞാൻ വാങ്ങിച്ചപ്പോഴൊക്കെ നല്ല വിലയായിരുന്നു. 2-3 പ്രാവശ്യം വാങ്ങിച്ചിട്ട് 3-ാമത്തെ തവണയാണ് എനിക്കത് പിടിച്ച് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കത് കിട്ടുമെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ.